ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 മാമ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പുളിയും മധുരമൊക്കെയുള്ള മാമ്പഴമാണ്. പിന്നെ അതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു 5 പച്ചമുളക് അരിഞ്ഞതാണിത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ കൂടെ ചേർക്കാനുണ്ട്, അത് ഞാൻ അപ്പോൾ പറയാം. പിന്നെ അരച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചൊരു 3/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ അരച്ച് ചേർക്കണം. പിന്നെ ഉള്ളത് ഒരു കപ്പ് തൈര്. ഇത്രയാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ അതിനകത്തോട്ട് ചേർക്കേണ്ട വെള്ളവും. ആദ്യം നമുക്ക് ഈ മാങ്ങയൊന്ന് തൊലി കളഞ്ഞെടുക്കാം. മാമ്പഴം എല്ലാം ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ മാമ്പഴം എല്ലാം കൂടെ ഞാൻ ഈ ചട്ടിയിലോട്ട് ഇടുവാണ്. ഇത് കുറച്ച് വലിയ മാമ്പഴമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവില്ലാത്താണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുവാണ്. ഇതിനകത്തോട്ട് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുവാണ്. പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാങ്ങ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാൻ ഇതിനകത്തോട്ട് ഇപ്പം പഞ്ചസാര ഇടുന്നില്ല. മാങ്ങയുടെ പുളി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിക്കാം. മാമ്പഴം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാൻ അതിനുള്ള തേങ്ങ മിക്സിയിലിട്ട് അരച്ചെടുക്കുവാണ്. ഒരു 3/4 തേങ്ങ, അരമുറി തേങ്ങയും കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പ് ഉണ്ടാവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിതിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി ചേർത്താൽ മതി. ഞാനിപ്പോൾ മുളക് പൊടി ചേർത്തിട്ടില്ല, പകരം കുരുമുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ ഇതിനകത്തോട്ട് ഒരു ജീരകം ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ആയി. ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കട്ടെ. മാങ്ങ വെന്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 2-3 മിനിറ്റ് കൂടി തിളപ്പിച്ചു. ഞാൻ ഈ മിക്സിയിൽ നിന്ന് തേങ്ങ അരച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ജാറ് കഴുകിയിട്ട് ഞാൻ ആ വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് തിളക്കണം. തിളച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാൻ പറ്റൂ. ഈ സമയത്ത് നമുക്ക് ഉപ്പും മധുരമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവാണ്. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നല്ലോണം ഉണ്ട്. അതുകൊണ്ട് ഞാൻ മാങ്ങയ്ക്ക് മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാര ചേർക്കുന്നില്ല. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ വേണമെങ്കിൽ ഒരു ടീസ്പൂണോ 2 ടീസ്പൂണോ പഞ്ചസാര ചേർക്കാം.
നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പും എരിവും എല്ലാം ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഇനി അതിനകത്തോട്ട് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിക്കാം. തൈര് ഒഴിച്ചിട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ തിളക്കാൻ പാടില്ല. നമ്മുടെ കറി തിളക്കാൻ പാടില്ല. ജസ്റ്റ് ചൂടാവാനേ പാടുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തൈര് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഞാൻ ഇതിനകത്തോട്ട് കടുകും ഉലുവയും കറിവേപ്പിലയും എല്ലാം കൂടെ ചാലിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കണം. ഞാനിവിടെ ഒരു ചെറിയ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിനകത്തോട്ട് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കുറച്ച് മതി. ഒരു 2 ഉണക്കമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഞാൻ നമ്മുടെ കറിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി. ഇത് കുറച്ച് വെള്ളമുണ്ട്. ഇങ്ങനെ കുറച്ച് വെള്ളത്തിലാക്കിയുള്ള ഒരു പ്രയോജനം എന്താണെന്ന് വിചാരിച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കട്ടിയാവുമ്പോൾ നല്ല നമുക്ക് കറക്റ്റ് പരുവത്ത് കിട്ടും. കാരണം ചോറിൻ്റെ കൂടെ തണുത്ത് കഴിഞ്ഞാലാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്